തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കുകളെ ഗൗരവത്തിലെടുക്കാറില്ലെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് 24-നോട് നിലമ്പൂരിൽ ജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് എം സ്വരാജ് പറഞ്ഞു. തന്നെ വിമർശിക്കുന്ന മലിന മനസ്കർക്ക് മറുപടിയില്ലെന്നും എം സ്വരാജ്. തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. ദിവസങ്ങൾ നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് ഒരല്പം വിശ്രമിക്കാമെന്ന് കരുതുകയാണ്. അതിനിടയ്ക്കാണ് നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരുടെ ബുദ്ധിമുട്ടിക്കൽ. സ്വരാജ്, ഈ ഇലക്ഷൻ കഴിഞ്ഞു, കണക്ക് പോളിംഗിൻ്റെ ഒരു അന്തിമ ടാബുലേഷൻ വന്നു കഴിഞ്ഞു. എന്താണ് CPM സെക്രട്ടേറിയറ്റും കഴിഞ്ഞു? ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ അതിനെ ഒരു ആരോഗ്യകരമായ ജനാധിപത്യ സംവാദത്തിൻ്റെ വേദിയാക്കി മാറ്റാനാണ് പരിശ്രമിച്ചത്. ജനങ്ങളുടെ മുൻപാകെ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അവർ വലിയ പിന്തുണയാണ് അതിന് നൽകിയത്. സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കും എന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു കരുതുന്നു. ഇടതുപക്ഷം മികച്ച നിലയിൽ നിലമ്പൂരിൽ വിജയിക്കും എന്ന പ്രതീക്ഷയുടെയും അടിസ്ഥാനം അതാണ്. വോട്ടിൻ്റെ ഭൂരിപക്ഷ കണക്കൊക്കെ വരുന്നുണ്ടല്ലോ മണ്ഡലത്തിൽ നിന്ന്, അതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ എൻ്റെ അറിവിൽപ്പെട്ട കാര്യമല്ല. ഞാനതിൻ്റെ അത്തരത്തിലുള്ള കണക്കുകളുടെ പുറകെയും പോകാറില്ല. തെരഞ്ഞെടുപ്പിൽ പൊതുവെ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിലെത്താറുണ്ട് എന്ന് മാത്രം. കണക്കുകളൊക്കെ പലരും പലതരം കണക്കുകളും പറയുന്നുണ്ട്. ഞാനതൊന്നും അത്ര ഗൗരവത്തിലെടുക്കുന്ന ഒരാളല്ല. ഈ താങ്കളുടെ എഴുത്തുമായി ബന്ധപ്പെട്ടും അതായത് നിലമ്പൂരിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ വന്ന് വോട്ട് ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദമാണ്. അപ്പോൾ താങ്കൾ ചില പുസ്തകങ്ങളിലെ പരാമർശങ്ങൾ അതിൽ പ്ലേജറിസം ആരോപിക്കുന്നു. താങ്കൾ ഗോഡ്സെയായി ബന്ധപ്പെട്ടാണ് ഇതൊരു പ്രസംഗം. അതിനെപ്പറ്റി എത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഈ തിരക്കിൽ ശ്രദ്ധിച്ചിരുന്നു? അല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ചില ആളുകൾ സൂചിപ്പിച്ചെന്ന് മാത്രം. അതിനൊന്നും മറുപടി ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഞാൻ എഴുതിയ പുസ്തകമാണെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയൊന്നുമല്ല, എത്രയോ വർഷമായി എഴുതിയിട്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ 14 പതിപ്പോ ഇറങ്ങി. ഇപ്പോഴാണ് ആരോപണങ്ങൾ വരുന്നത്. അത് തെരഞ്ഞെടുപ്പുമായിട്ട് എന്ത് ബന്ധമെന്നുള്ളതാണ്. പിന്നെ പൊതുവേ തന്നെ മലിന മനസ്കരുടെ ചിന്തകൾക്കൊന്നും ഞാൻ മറുപടി പറയാറില്ല. ഞാനതിനൊന്നും ഗൗനിക്കാറ് തന്നെയില്ല. അത് പറഞ്ഞ കാര്യങ്ങളും എഴുതിയ കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് എൻ്റെ ബോധ്യങ്ങളാണ്. അതിൽ ഞാൻ അടിയുറച്ച് നിൽക്കുന്നു. ഇനിയിപ്പോൾ ഗോഡ്സെ ഗാന്ധിയെ കൊന്നില്ല എന്ന് പറഞ്ഞ് തീസിസ് വന്നാൽ നമ്മളതിന് പ്രതികരിക്കാൻ നിൽക്കണം. പോയി പണി നോക്കാൻ പറയാമെന്നല്ലാതെ അതിലൂടെ ഒന്നും മറുപടി പറയേണ്ട കാര്യമേ ഇല്ല, ആവശ്യമേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളും. നമ്മളിപ്പോൾ നടന്നു പോകുന്നൊരു വഴിയിൽ എന്തെങ്കിലും മാലിന്യം കണ്ടാൽ എന്താ ചെയ്യുക? ആളുകൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ വഴി മാറി നടന്നു പോവുക. താങ്കൾക്ക് ഈ പാർലമെൻ്ററി രാഷ്ട്രീയം മാത്രമല്ല, ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ്റെ കർമ്മമണ്ഡലമെന്ന് താങ്കൾ പലപ്പോഴും പറയുന്ന ആളാണ്, പ്രസംഗിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇലക്ഷനും മത്സരിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു കേട്ടത് ശരിയാണ്? പാർലമെൻ്ററി ജനാധിപത്യത്തിൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ചിലപ്പോൾ നമുക്ക് മത്സരിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അവിടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ സംഘടനാപരമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിലാണ് എനിക്ക് പൊതുവെ താല്പര്യമുള്ളത്. എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടിയുടെ പൊതുവായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ അഭിപ്രായവും നടപ്പിലാക്കാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അത്രയേ ഉള്ളൂ ആ കാര്യം. നിലമ്പൂരിൽ മത്സരം ആഗ്രഹിച്ചിരുന്നോ, പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, ഞാൻ എവിടെയും മത്സരിക്കാൻ പ്രതീക്ഷിക്കുന്ന ഒരാളൊന്നുമല്ല. അതല്ല, പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകർ എന്ന നിലയിൽ പാർട്ടി ഇപ്പോൾ മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മരിക്കാൻ പറഞ്ഞാൽ മരിക്കും, അത്രയേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് സന്തോഷ് ചേകർക്കൊപ്പം ആർ ശ്രീജിത്ത്, 24.